MD വാസുദേവൻ നായർ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നിർമാല്യം പോലൊരു സിനിമ ഇനി മലയാളത്തിലോ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തോ ഉണ്ടാവില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് നയൻതാര പ്രധാന കഥാപാത്രമായി ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമ അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ്. ഇത് വലിയ വിവാദങ്ങളിലേക്ക് പോയി കഴിഞ്ഞു ഈ സിനിമ. ആ വിവാദങ്ങളിൽ മനംനൊന്തിട്ട് കഴിഞ്ഞ ദിവസം നയൻതാര ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഓം ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെയാണ് അവർ ആ പ്രസ്താവന ഇറക്കിയത്, ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട്. അതിൻ്റെ കോപ്പി ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ അതിൽ പറയുന്നതിൻ്റെ ചുരുക്കം, ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ആരുടെയെങ്കിലും വികാരം മതവികാരമോ വ്രണപ്പെടുത്താനോ അല്ല ഇങ്ങനെ ഒരു സിനിമ എടുത്തത്. അങ്ങനെ ആരെയും വിമർശിക്കാനോ കളിയാക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു സ്ത്രീ അവർ സ്വയം അധ്വാനത്തിലൂടെ വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു കഥയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രമേയമാണ്. പക്ഷെ അതിൽ ആർക്കെങ്കിലും വേദനിച്ചെങ്കിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു എന്നാണ് നയൻതാരയുടെ കുറിപ്പ് വന്നിരിക്കുന്നത്. അവർ ഉണ്ടായ വിമർശനങ്ങളുടെ പേരിലായിരിക്കും അങ്ങനെ ചെയ്തത്. പക്ഷേ സത്യം എവിടെയാണ് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. സെൻസർ ബോർഡ് എന്തിനാണ്? ഒരു സിനിമ നിർമ്മിച്ച് അതിൽ സമൂഹത്തിന് നിരക്കാത്ത വല്ല അശ്ലീലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്സിൻ്റെ അതിപ്രസരമോ അല്ലെ വർഗീയതയോ അല്ലെ മറ്റ് വിശ്വാസങ്ങളെ ഖനിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് റീഎഡിറ്റ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. ഇത് സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തിട്ട്, സർവ്വ അംഗീകാരം കൊടുത്തിട്ട് കഴിഞ്ഞ ഡിസംബർ 1 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമയാണ് അന്നപൂരണി. തിയേറ്ററുകളിൽ അത് ഓടി. പക്ഷേ അതിൻ്റെ OTT പ്ലാറ്റ്ഫോം അടുത്ത ഒരു മാസത്തിനുള്ളിൽ അത് നെറ്റ്ഫ്ലിക്സിനാണ് കൊടുത്തത് അവർ നിർമ്മാതാക്കൾ. നെറ്റ്ഫ്ലിക്സിൽ ഇത് OTT പ്ലാറ്റ്ഫോമിൽ ഇത് വന്നപ്പോൾ തന്നെ അപ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. കാരണം തിയേറ്ററിൽ പോയി ഈ സംഘികളൊന്നും ഈ സിനിമ കണ്ടിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. മഹാരാഷ്ട്രയിൽ 1-2 കേസുകൾ നയൻതാരയ്ക്കും സിനിമാ നിർമ്മാതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ കൊടുത്തു സംഘപരിവാർ അനുകൂലികൾ. അവർ അതിൽ പറഞ്ഞത് ന്യായം എന്താണെന്ന് വെച്ചാൽ, ഇത് ശ്രീരാമനെ അവഹേളിക്കുന്നു. ശ്രീരാമനെ പറ്റി അതിൻ്റെ അകത്ത് ഒന്നും പറയുന്നില്ല. ഇത് ഹിന്ദു വിശ്വാസത്തെ പരിഹസിക്കുന്നു, അപഹസിക്കുന്നു. ഇത് ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊന്നും സെൻസർ ബോർഡിന് തോന്നിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സിൽ OTT പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതേതോ മൊബൈലിൽ ചില സംഖ്യകൾ കണ്ടപ്പോഴാണ് കേസും വഴക്കുമായത്. 2 കേസുകൾ അവിടെ മഹാരാഷ്ട്രയിൽ കൊടുക്കപ്പെട്ടു. അങ്ങനെ ഇത് വിവാദത്തിലേക്ക് പോയി. അപ്പോൾ ഈ രാജ്യത്ത് സെൻസർ ബോർഡും ഒന്നിനും വേണ്ട, ഈ സംഘ് പരിവാർ സെൻസർ ബോർഡ് മാത്രം മതിയോ? MDയുടെ സിനിമ നിർമാല്യം, വെളിച്ചപ്പാട്, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന വെളിച്ചപ്പാടിൻ്റെ കുടുംബം, വെളിച്ചപ്പാട് കാർക്കിച്ച് ദേവിയുടെ മുഖത്ത് തുപ്പുന്നതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റായ വിഷയം, ഏറ്റവും അന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ഇന്നിപ്പോൾ MDക്ക് പോലും ധൈര്യം ഉണ്ടാവുമോ അങ്ങനെ മറ്റൊരു സിനിമ എടുക്കാൻ? MD തന്നെ പറയുമോ നിർമാല്യം പോലെ ഇനിയൊന്ന് എടുക്കാൻ എനിക്ക് ധൈര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുമോ? ഇതൊരു ചോദ്യമാണ്. ഇവിടെ ഇപ്പം ഈ സിനിമ റിലീസ് ചെയ്ത് അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ് റിലീസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് വന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റ് മീഡിയയിലും എല്ലാം അതിൻ്റെ റിവ്യൂസ്, വിലയിരുത്തൽ വരും സിനിമയെപ്പറ്റി. അങ്ങനെ വന്ന വിലയിരുത്തലുകളിലൊന്നും തന്നെ ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ ഹിന്ദിയിലോ ഒക്കെ വന്ന വിലയിരുത്തലുകൾ അതിലൊന്നും തന്നെ ഈ സംഘികൾ ഉന്നയിച്ച ആരോപണം, ഇത് ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു, ഇത് ശ്രീരാമനെതിരാണ്, അല്ലെങ്കിൽ ഇത് ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഒരു വിമർശനമൊന്നും ആ റിവ്യൂവിൽ വന്നിട്ടില്ല. സത്യസന്ധമായ റിവ്യൂ ആണ് ആ സിനിമയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. അത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇപ്പം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ വിഷയം. ഇതിൻ്റെ കഥ എന്താണ്? വെരി സിമ്പിൾ കഥ. ഇതൊരു മികച്ച ഒരു മഹത്തായ സിനിമ എന്നൊന്നും നമ്മളാരും അവകാശപ്പെടുത്തില്ല. അതിൻ്റെ റേറ്റിംഗ് തന്നെ 5-ൽ 2.5, 3ഒക്കെയാണ് അതിന് വിലയിരുത്തൽ റിവ്യൂസ് റേറ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഒരു സിനിമ എന്ന് കണക്കാക്കിയാൽ മതി. പക്ഷെ അതിൻ്റെ പ്രമേയം കൊണ്ട് അത് വ്യത്യസ്തത പുലർത്തുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മിൺ കുടുംബത്തിൽ, തമിഴ്നാട്ടിൽ ബ്രാഹ്മിൺ കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി, അവൾ ജീവിതത്തിൽ മുന്നേറാൻ തീരുമാനിക്കുന്നു. അവൾ MBA പഠിക്കാൻ പോകുന്നു.
MBA പഠിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. നല്ലൊരു ഒരു ഒരു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഷെഫ്, പാചക റാണിയായിട്ട് മാറണം എന്ന് അവൾക്ക് തോന്നുന്നു. അങ്ങനെ അവള് ഈ MBA പഠനത്തോടൊപ്പം ഒരു ഷോർട്ട് ടൈം ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് ചേരുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിനകത്ത് വരുമല്ലോ, ഷെഫ് ഉൾപ്പെടെ. അപ്പോൾ അത് വീട്ടിൽ പറയാതിരിക്കുന്ന പെൺകുട്ടി, കാരണം ആ കുട്ടി നോൺ വെജ് അവിടെ കുക്ക് ചെയ്യുന്നതല്ലേ പരീക്ഷിക്കുന്നു. കാരണം ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെജ് മാത്രം പിന്നെ പാചകം പഠിച്ച പോരല്ലോ, അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പൊ എങ്ങനെയോ ഇത് ഈ കുട്ടിയുടെ അച്ഛൻ അറിയുന്നു, ബ്രാഹ്മൺ കുടുംബം. അച്ഛൻ ശ്രീരംഗം ക്ഷേത്രത്തിലെ തമിഴ്നാട്ടിലെ അവിടുത്തെ പ്രസാദം ഉണ്ടാക്കി കൊടുക്കുന്ന കുക്കാണ്, പാചകക്കാരനാണ്, പൂജാരിയൊന്നുമല്ല. അദ്ദേഹം ഒരു എംപ്ലോയിഡ് കുക്കാണ്, അവിടെ ഒരു ജോലി ചെയ്യുന്ന അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നു, അല്ലാതെ പൂജാരി ശാന്തിക്കാരനൊന്നുമല്ല എന്ന് ആലോചിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇത് അറിഞ്ഞിട്ട് അദ്ദേഹം ഈ മകളെ തേടി പോകുന്നു. അപ്പം അച്ഛൻ പോയി കാണുമ്പോൾ ആ സീൻ എന്ന് പറയുന്നത് ഈ കുട്ടി സ്വന്തം മകൾ ഒരു ചിക്കൻ പീസ് കാല് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതോടെ ഭൂകമ്പമായി, പ്രശ്നങ്ങളായി. പെൺകുട്ടി ഉടനെ ഒരു മതാചാരപ്രകാരം കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു, കല്യാണ ഡേറ്റ് തീരുമാനിക്കുന്നു. ആ ഡേറ്റിന് കാത്തു നിൽക്കാതെ ഈ കല്യാണത്തിന് വഴങ്ങിക്കൊടുക്കാൻ തനിക്ക് കഴിയില്ലല്ലോ, തൻ്റെ സ്വാതന്ത്ര്യമല്ലേ പ്രധാനം, അല്ലെ തൻ്റെ ജീവിതമല്ലേ, തൻ്റെ തൊഴിലല്ലേ പ്രധാനം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഈ കുട്ടി വിവാഹത്തിന് മുമ്പ് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്നു. വേണം ഒളിച്ചോടി എന്ന് പറയാം, അങ്ങനെ തന്നെ എലോപ്പ് ചെയ്യുന്നു. എലോപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഒളിച്ചോടി എന്ന് പറയാം. ഒരു മുസ്ലിം സുഹൃത്താണ് ഈ ഒളിച്ചു ഓടിവാൻ സഹായിച്ചത്. ഫർഖാൻ എന്ന് പറയുന്ന അതേ ഈ പറയുന്ന ഇതിൽ വർക്ക് ചെയ്യുന്ന പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അതിനകത്ത് അവിടെയാണ് സംഗീത ലവ് ജിഹാദ് കൊണ്ടുവന്നത്. ഈ കുട്ടി അങ്ങനെ വീട്ടിൽ നിന്ന് പോയിട്ട് ഈ സുഹൃത്തിൻ്റെ സഹായത്തോടെ, അദ്ദേഹം ഒരു സുഹൃത്ത് മാത്രമാണ്, അവിടെ പുറത്തൊരു ചെന്നൈയിലേക്ക് പോയിട്ട്, ചെന്നൈയിൽ ശ്രീരംഗത്ത് നിന്ന് പേര് ചെന്നൈയിലേക്ക് പോയിട്ട് ചെന്നൈയിലൊരു ഹോട്ടലിൽ ജോലി തേടുന്നു. ഈ കോഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടെ അവൾ ചെറിയ രൂപത്തിൽ ഷെഫിൻ്റെ ജോലികൾ ചെയ്ത് വളരെ നല്ല മികച്ച അവിടുത്തെ ഒരു ഷെഫായിട്ട് അവൾ മാറുന്നു. ഈ ഹോട്ടലിൽ ഒരു വലിയ ഹോട്ടലാണ്. അങ്ങനെ മറ്റ് ജീവനക്കാരുടെയും ഈ ഹോട്ടൽ ഉടമയുടെ മകൻ്റെയും ഒക്കെ ശത്രുത ഇവർക്ക് വരുന്നു. ഇവർക്ക് നാവിൻ്റെ രുചി, ഈ ഭക്ഷണത്തിൽ രുചി തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവുണ്ട്. ഒരു ഭക്ഷണം കഴിച്ചിട്ട് നാവിൻ്റെ ഗുണം കൊണ്ട് അതിൻ്റെ രുചി കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന മറ്റാർക്കുമില്ലാത്തൊരു കഴിവ് ഈ പെൺകുട്ടിക്കുണ്ട്. അപ്പോൾ രുചിയുടെ ലോകത്താണ് തൻ്റെ ഭാവി എന്ന് അവൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ തന്നെയാണ്, അവളുടെ നൈസർഗികമായ ഒരു ഗുണം കൊണ്ടാണ് അവൾ ആ ജോലി കിട്ടി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചത്. പക്ഷെ അവൾക്ക് ഇവർ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് കെമിക്കൽ കൊടുത്തിട്ട് ഈ നാവിൻ്റെ രുചി ഇല്ലാതെയാക്കുന്നു. പക്ഷെ എന്നിട്ട് അവൾ തളർന്നില്ല, അവൾ മുന്നോട്ട് പോയിട്ട് അവൾ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു വനിതാ ഷെഫായിട്ട് മാറുകയാണ്. അതുവഴി ഒരു വലിയ ജീവിതം അവൾ കെട്ടിപ്പടുക്കുന്നു. ഇതാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. ചുരുക്കി അതിൻ്റെ ഓൺലൈൻ സ്റ്റോറി പോലെ പറഞ്ഞു പോകുന്നത്. ഇവിടെ എവിടെയാണ് മതത്തെ അവഹേളിക്കുന്നത്, വിശ്വാസത്തെ ഹനിക്കുന്നത് എവിടെയാണ്? ഇത് സ്ത്രീ ശാക്തീകരണമല്ലേ? ഒരു സ്ത്രീ സ്വയം ജീവിച്ച് മുന്നോട്ട് പോകാൻ നടത്തുന്ന ശ്രമങ്ങളല്ലേ? അതിനെ അട്ടിമറിക്കാൻ സ്വന്തം കുടുംബത്തിലും പുറത്തുമുള്ളവർ ശ്രമിക്കുക, വർക്ക് പ്ലേസിൽ പണിസ്ഥലത്തുള്ളവർ ശ്രമിക്കുക. അതിനെയെല്ലാം അതിജീവിച്ചൊരു സ്ത്രീ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ സിനിമയുടെ പോസിറ്റീവായിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ചില ബ്രാഹ്മൺ നായർ കുടുംബങ്ങളിൽ വീട്ടിൽ നോൺ വെജ് വെക്കില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒട്ടേറെ കുടുംബങ്ങൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എപ്പോഴും ഉണ്ട്. ചില നായർ ഫാമിലിയിൽ, ചില ബ്രാഹ്മൺ ഫാമിലിയിൽ, ഇനി ചില ഈഴവ ഫാമിലിയിൽ പോലും നോൺ വെജ് കഴിക്കാത്ത ഫാമിലികളുണ്ട്, വെജ് മാത്രം കഴിക്കുന്ന ഫാമിലികളുണ്ട്. നമുക്കറിയാം, നേരിട്ടറിയാവുന്ന കുടുംബങ്ങളുണ്ട്. ഹിന്ദുക്കൾ പൊതുവെ എന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ്. ഹിന്ദുക്കളിൽ വെജ് മാത്രം, വെജിറ്റേറിയൻ മാത്രമായിട്ടുള്ള, സസ്യാഹാരികൾ മാത്രമായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പുറത്തു പോകുമ്പോൾ നല്ല ബീഫും ചിക്കനും പോത്തും പന്നിയിറച്ചിയൊക്കെ തിന്നും. അത് പുതിയ തലമുറ പല പരീക്ഷണങ്ങളും ഫുഡിൻ്റെ കാര്യത്തിൽ, ഫുഡിനൊക്കെ അവർ ചെയ്യും. എത്രയോ വെജ് മാത്രം വയ്ക്കുന്ന വീട്ടുകളിലെ പെൺകുട്ടികൾ ആൺകുട്ടികളും കോളേജിൽ പോയാൽ നല്ല ബീഫും പോത്തും പിന്നെ അതുപോലുള്ള ഇറച്ചി ചിക്കനും ഇതെല്ലാം കഴിക്കുന്നത് നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. അത് അവർക്കൊരു സ്വാതന്ത്ര്യമാണ്. കാരണം വീട്ടിൽ ചെന്നാൽ ഇത് കഴിക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ഇപ്പോഴും ചില ഹിന്ദു ഭവനങ്ങളിൽ ഒരു മുട്ട പോലും വാങ്ങാത്ത, ഒരു ഓംലെറ്റ് ഉണ്ടാക്കാത്ത വീടുകളുണ്ട്, ഒരു മുട്ട പുഴുങ്ങാത്ത വീടുകളുണ്ട്. എനിക്ക് നേരിട്ടറിയാം. അവിടെ മീൻ കയറ്റത്തില്ല, ഒരു മീൻ വറക്കാൻ പറ്റത്തില്ല, ഒരു മത്തി വറുത്ത് തിന്നാൻ പറ്റത്തില്ല. പിന്നെ ബാക്കി ഇറച്ചിയുടെ കാര്യമൊന്നും പറയണ്ടല്ലോ.
അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ നമ്മളിനി എങ്ങനെയാണ് കല ആവിഷ്കാരം നടത്തുന്നത് എങ്ങനെയാണ്? എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാവണം? അന്നപൂരണിക്ക് ഗതിയാണെങ്കിൽ നിർമാല്യമൊക്കെ അക്കാലത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി നമ്മുടെ സിനിമ പ്രവർത്തകര്, ഫിലിം മേക്കേഴ്സ് അതേപോലെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ള സിനിമകളെടുത്ത് എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇവിടെ സെൻസർ ബോർഡ് ഉണ്ടായിട്ടും രക്ഷയില്ല. അതിന് പുറത്ത് വേറെ സെൻസർ ബോഡി രാജ്യം നിയന്ത്രിക്കുകയാണ്. വേറെ സെൻസർ ബോർഡാണ് സംഘി സെൻസർ ബോർഡ്. ഇതൊരു വല്ലാത്ത പോക്കാണ്. ഈ രാജ്യം എവിടേക്ക് പോകുന്നു? ഇപ്പോൾ അയോധ്യയിലെ പൊളിറ്റിക്കൽ രാമന്റെ കേസ് മാത്രമല്ല, ഇവിടെ ഇറങ്ങിയൊരു സിനിമയുടെ ഗതി ഇതാണെങ്കിൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എവിടെ വരെ എത്തും? ഇനി അങ്ങോട്ട് എവിടെ പോയി ഇത് നിൽക്കും എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്.